ഇന്നലെയാണ് CPIM-ന്റെ പ്രകടന പത്രിക വന്നത്. ഇന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയും വന്നു. കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് പേരിട്ടിരിക്കുന്നത് ന്യായ് പത്ര എന്നാണ്. അതായത് നീതിയുടെ 5 തൂണുകൾ ഉറപ്പാക്കുന്ന, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പത്രിക സമർപ്പിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തിറക്കിയ പ്രധാനമായും അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി കാർഡ്, അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ ഇപ്പോൾ നീതിയുടെ 5 തൂണുകൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ന്യായ് പത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കോൺഗ്രസ് ഈ പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്? ഒന്നാമത്തേത് സാമൂഹ്യ നീതി ഉറപ്പാക്കുമെന്നുള്ളതാണ്, സോഷ്യൽ ജസ്റ്റിസ്. അതാണ് ആദ്യത്തെ വാഗ്ദാനം. അതോടൊപ്പം തന്നെ ജാതി സെൻസസ് അധികാരത്തിലെത്തിയാൽ നടപ്പാക്കുമെന്നുള്ള വാഗ്ദാനം നൽകുന്നു കോൺഗ്രസ്. അതുപോലെ സംവരണം, SC ST OBC സംവരണം അത് ഉയർത്തും, ആ ശതമാനം ഉയർത്തും എന്നുള്ള വാഗ്ദാനവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പാണ്, ആ സമ്പ്രദായത്തിലേക്ക് പോകില്ല, അത് നടപ്പാക്കുന്നത് തടയും എന്ന വാഗ്ദാനവും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വവർഗ വിവാഹം നിയമപരമാക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനവും ഈ പ്രകടന പത്രികയിൽ നമുക്ക് കാണാം. കരാർ നിയമനങ്ങൾ ഒഴിവാക്കും, സർക്കാർ പൊതുമേഖലാ ജോലികളിൽ കരാർ നിയമനങ്ങൾ ഒഴിവാക്കും, സ്ഥിര നിയമനങ്ങളിലേക്ക് പോകും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനവും ഈ പ്രകടന പത്രികയിൽ നമുക്ക് കാണാം. മറ്റൊരു കാര്യം പെൻഷനെ കുറിച്ചാണ്. വാർദ്ധക്യകാല വികലാംഗ പെൻഷൻ അത് 1000 രൂപയാക്കി ഉയർത്തും എന്നുള്ളതാണ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്കുള്ള യാത്രാ ഇളവ് അത് ഇനി ഉണ്ടാകും എന്നുള്ള വാഗ്ദാനവും വയ്ക്കുന്നു. അതോടൊപ്പം ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, അത് രാജസ്ഥാൻ മോഡലാണ്, 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി രാജസ്ഥാൻ മോഡൽ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കുമെന്ന് പറയുന്നു. അതുപോലെ പാവങ്ങൾക്കായുള്ള കരുതൽ മഹാലക്ഷ്മി പദ്ധതിയാണ് ഈ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നത്. കുടുംബത്തിലെ മുതിർന്ന വനിതാ അംഗത്തിന്റെ അക്കൗണ്ടിൽ വർഷം 1 ലക്ഷം രൂപ വീതം ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് മഹാലക്ഷ്മി പദ്ധതി. അതുപോലെ തന്നെ 2025 മുതൽ കേന്ദ്ര സർക്കാരിലെ പകുതി തസ്തികകൾ വനിതകൾക്കായി, അതായത് വനിതാ സംവരണ നിയമമൊക്കെ വന്നതിന്റെ ആദ്യ പടി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിലെ പകുതി തസ്തികകൾ അടുത്ത വർഷം മുതൽ വനിതകൾക്കായി സംവരണം ചെയ്യുമെന്നുള്ള വാഗ്ദാനവും നമുക്ക് ഈ പ്രകടന പത്രികയിൽ കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്, കോൺഗ്രസ് നേതാക്കളൊക്കെ BJP-യിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. രാവിലെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഉച്ച കഴിഞ്ഞ് BJP-യിലേക്ക് പോകുന്നതാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടത്. അങ്ങനെ നേതാക്കൾ കൂറുമാറിയാൽ ഉടനടി അയോഗ്യരാക്കുന്ന നിയമം കൊണ്ടുവരുമെന്നുള്ള പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനവും ഏറെ ശ്രദ്ധേയമാവുകയാണ്. ഇനി മറ്റെന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരും, ഇപ്പോഴുള്ള കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുകൂടി ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. താങ്ങുവില MSP അത് നിയമപരിരക്ഷ ഉറപ്പാക്കണം എന്നുള്ളതാണ് കർഷകരുടെ അടക്കം ആവശ്യം. അത് നിയമവിധേയമാക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് ഈ പ്രകടന പത്രികയിൽ കാണാം. അതോടൊപ്പം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രൽ ബോണ്ട്, PM കെയർ ഫണ്ട്, അതിലൊക്കെ തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ അന്വേഷണം ഉണ്ടാകും എന്നുള്ള വാഗ്ദാനവും കോൺഗ്രസ് ഈ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം അഗ്നിപത് പദ്ധതിയിലൂടെയാണ് ഇപ്പോൾ റിക്രൂട്ട്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് സൈന്യത്തിലേക്ക്, ആ പദ്ധതി തന്നെ റദ്ദാക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രകടന പത്രിക മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മണിപ്പൂരിൽ പുതിയ സർക്കാർ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ ഇല്ലാത്ത ചില കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. CAA പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഈ പ്രകടന പത്രികയിൽ അതിൽ തങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ഈ പ്രകടന പത്രികയിൽ മിണ്ടുന്നതേയില്ല. ന്യായ് പത്രികയിൽ ഒരു നിശബ്ദതയാണ് ആ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതുപോലെ ഡ്രാക്കോണിയൻ ലോസ്, അതിനെക്കുറിച്ച് CPIM വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ UAPA, PMLA ഈ നിയമങ്ങളൊക്കെ എന്താണ് തങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലും തൊടാതെയാണ്. വളരെ കരുതലോടുകൂടി തയ്യാറാക്കിയ ഒരു പത്രികയാണ്, അല്ലെങ്കിൽ ഒരു പ്രകടന പത്രിക വിശദാംശങ്ങളാണ് നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്.